ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കുട്ടി വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. നൈറ്റ് വ്ളോഗ് പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ഒന്ന് ഇട്ടതാണ്. നമ്മളിന്ന് മൈസൂർ പോയതാണ്. മൈസൂരിൽ നിന്ന് വന്ന് എൻ്റെ പേർക്ക് പോയി ഭക്ഷണം കഴിച്ച് 10:25 ആകുമ്പോഴത്തേക്ക് നമ്മൾ പെരിയാവട്ടണം വിട്ടിരുന്നു. പെരിയാവട്ടണം കഴിഞ്ഞതിൻ്റെ ശേഷം ഫോറസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച വ്ളോഗ് എടുക്കാമെന്ന്. ഇതൊരു ആനുള്ള മെയിൻ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ പേടിച്ചിട്ട് അവിടുന്ന് വരുന്നത് തന്നെ ഞാൻ കേട്ടോ, എൻ്റെ മാപ്പിളോട് പറഞ്ഞു കുശാലത്ത് കൂടെ പോകാമെന്ന്. അവരത് ലോങ് ആവുമെന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ വിട്ടു. അപ്പോൾ വേറൊരു വണ്ടിയും കൂടി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് നമ്മളുണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റെ മാപ്പിളോട് പറയാം, മെല്ലെ പോകുന്നുണ്ട് അവരും. പുതിയ വണ്ടി, അവർ നമ്പർ പ്ലേറ്റ് വരെ ആകാത്ത വണ്ടിയാണത്. അവർ മെല്ലെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പോയാൽ മതി, ഫാസ്റ്റ് പോകാൻ നിൽക്കണ്ട. അപ്പം ആനുള്ള മെയിൻ സ്ഥലമാണല്ലോ. അപ്പോൾ ചെക്ക് പോസ്റ്റിലൊക്കെ എത്തി. അവിടുന്ന് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, ശരിക്കും വിട്ടു. അപ്പം നമ്മൾ എന്താക്കി, ചെക്ക് പോസ്റ്റിലെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഫാസ്റ്റ് പോകാം, മെല്ലായിരുന്നു പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് പോകാനായിട്ട് മുന്നിലുണ്ടായ വണ്ടി നമ്മൾ ബാക്കായി, നമ്മൾ മുന്നിലുമായി ഗായ്സ്. നമ്മൾ മുന്നിലങ്ങോട്ട് ജസ്റ്റ് കയറി കുറച്ചങ്ങ് എത്തുമ്പോഴത്തേക്ക് ഇതാ നമ്മളെ മുന്നിലൊരു സാധനം ഗായ്സ്. എന്താ ഗായ്സ്, പ്രതീക്ഷിക്കാണ്ട് ഒരാളെ കണ്ട് നമ്മൾ കാണൂല എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കുറേ വട്ടം പോലെ കാണുകയാണെങ്കിൽ തന്നെ അത് സൈഡിൽ തന്നെയാണ് നിൽക്കുക. പക്ഷെ ഇതങ്ങനെ സൈഡിലല്ല, ഇത് നടു റോട്ടിലാണ്. ഇത് ഒന്നെങ്കിൽ അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക, ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരും. എന്നാലും അങ്ങനെ കുറച്ച് നേരം നടന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അത് നടന്ന് അവിടെ കളിച്ചിട്ടുണ്ടാകും. നമ്മൾ അവിടെ അരമണിക്കൂർ വരെ സ്റ്റേ ആയിരുന്നു. നമ്മളെ ബാക്കിലുണ്ടായ വണ്ടി ആട്ടെ ഇപ്പോൾ മുന്നിലേക്ക് വന്നത്. നമ്മൾ അവിടെ നിന്ന് തിരിക്കുമ്പോഴത്തേക്ക് ഇവർ സൈഡ് മാറിയിട്ടാണ് നമ്മളിങ്ങോട്ട് തിരിച്ചിട്ട്. മാപ്പിള തിരിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഫുള്ളായിട്ട്. പിന്നെ അവർ തിരിക്കുന്നത് കണ്ടിട്ട് നമ്മളും തിരിച്ച്. എന്താ പറഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും അങ്ങനെ കാണാൻ പറ്റും, അവരെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ എന്നാലും ഫുള്ളായിട്ട് തിരിക്കാണ്ടതാ അങ്ങനെ വെച്ചു. അപ്പോൾ അവർ തിരിക്കുമ്പോൾ നമ്മളെന്താക്കി തിരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മാപ്പിളോട് പറഞ്ഞു, ഇനി ഇതിൽ പോര് വേണ്ട. ഞാൻ ഫസ്റ്റേ പറഞ്ഞിരുന്നു ഈ നേരത്തിൽ പോക്ക് വേണ്ടാന്ന്. പക്ഷെ നമ്മൾ പോക്കുള്ള ഒരു ധൈര്യത്തിൽ അവർ കയറി പോയത് അങ്ങോട്ട്. എന്നിട്ട് കേൾക്കുന്നില്ല. എന്നാൽ ശരി കുശാലത്ത് കൂടെ പോകാൻ കുറച്ചങ്ങ് വരെ പോയി. പിന്നെ ആ വണ്ടിക്കാർ പിന്നെ അവിടെ നിർത്തി. അത് പോകുന്നുള്ള പ്രതീക്ഷ കൊണ്ട് ബാക്കിലുള്ള വണ്ടി അവിടെ നിർത്തി, മുന്നിലുള്ള വണ്ടി അവിടെ നിർത്തി. അപ്പം നമ്മളവിടെ നിന്ന് നോക്കാൻ എന്നാൽ പോകുമോ എന്ന് വെച്ചാൽ. അപ്പോൾ എന്നിട്ടും എനിക്ക് അതിൽ പോകാനുള്ള ഒരു താല്പര്യമില്ല. ഇവിടെ മാത്രമേ ഇപ്പോൾ ഒന്ന് കണ്ട്, ഇനി മുന്നോട്ട് ഇനിയും ഉണ്ട് കാണാനുള്ളതൊക്കെ സാധ്യത. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ കൈകാലും പറിച്ചിട്ട് എനിക്ക് വാക്ക് വരെ വരുന്നില്ല. അതെൻ്റെ കൈ വറക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യുന്നു. ഞാൻ വാക്ക് വരുന്ന വരെ എനിക്ക് ക്ലിയർ ആകണ്ടില്ല. ഞാൻ ഫുള്ളാകെ തണുത്ത് ഇങ്ങനെ എൻ്റെ വാക്ക് വരെ വരച്ചും കൊണ്ടിരുന്നു ഞാൻ വാക്ക് വരേണ്ടത്. മാപ്പിള ഞാൻ വണ്ടി അങ്ങോട്ട് തിരിക്കുക, അതിലേ പോകാമെന്ന്. മാപ്പിള അങ്ങോട്ട് തിരിക്കുമ്പോൾ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് തിരിക്കുക. ഞാൻ ബാക്കിൽ കൊണ്ടുണ്ട് ഒന്നും ഞാൻ നോക്കണില്ല. സൈഡിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടേക്കും പോവുക, കാട്ടിനുള്ളിലേക്കായിരിക്കും പോവുക. അതൊന്നും ഞാൻ നോക്കണം. ഞാൻ ജസ്റ്റ് ആനെ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അത് വരുന്നുണ്ടോ അത് നമ്മൾ പിന്നെ കുശാലത്ത് കൂടെ പോകാണ്ട് കുറച്ച് മുന്നിലേക്കൊക്കെ വന്നിട്ട് ഇവിടെ എൻ്റെ മാപ്പിള പോകണമെന്നില്ല. കുറച്ച് മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് നോക്കാതെ പോവായിരിക്കും. അവർ അവിടെ നിന്ന് വരുന്നില്ല. അത് അവിടെ തന്നെ നിൽക്കേണ്ട വണ്ടി. അവരെ പോയാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് പറഞ്ഞിട്ട് എൻ്റെ മാപ്പിള പുറത്തും അവിടെ നിൽക്കുക. കുശാലത്ത് കൂടെ പോകുന്നില്ല. ഇനിയിപ്പോൾ പോയാൽ ലോങ് ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തി വെക്കുക. ആ വണ്ടി വരുന്നുണ്ടോ? അത് പുതിയൊരു വണ്ടിയായിട്ട്, നമ്പർ പ്ലേറ്റും കൂടി ആവാത്തൊരു വണ്ടിയാണ്, പുതിയ വണ്ടിയാണ് അത്. ജസ്റ്റ് നമ്മൾ വരുമ്പോൾ തന്നെ അവരും വന്ന്. പിന്നെ ആ സമയത്ത് ഒരു വണ്ടിയും കൂടി വന്നിട്ട് അവിടുന്ന് എനിക്ക് തോന്നുന്നു 800 ആണെന്ന് തോന്നുന്നു ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട്, അവരും കൂടി പറയാൻ വെക്കുന്നുണ്ട്. എൻ്റെ മാപ്പിള പറഞ്ഞു, അവിടെ ആന ഉണ്ട് കേട്ടോ എന്നിട്ട്. ആകെ ഒരാൾ ഉണ്ടായിട്ടുള്ളൂ, അതിൽ ഒറ്റൊരു മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. ഇനി അയാളെ ധൈര്യം മാത്രം സമ്മതിക്കണം കാര്യം. എന്താ പറഞ്ഞാൽ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ, ആന സൈഡിൽ നിന്നിട്ട് ആ വണ്ടി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കും. നടു റോട്ടിൽ ആന ഉള്ളത്. ഈ വണ്ടിക്കാരോട് പറഞ്ഞിട്ട് അവർക്കൊരു കെയർ ഇല്ല ഗൈസ്. എന്ത് പോക്കാ പോയതറിയാം. പിന്നെ നോക്കുമ്പോൾ ആ വണ്ടി അവിടെ ഇല്ല, വണ്ടി പാസ്സായി. ഇങ്ങനെയൊക്കെ പോയി പെട്ടിട്ടാണല്ലോ ഓരോരോ അപകടങ്ങൾ ഉണ്ടാകുക. അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ആ ആന നാടു റോട്ടിൽ ഉണ്ടായിട്ടാണ് അയാൾ അങ്ങനെ കയറിപ്പോയത്. എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതങ്ങോട്ട് പോയി, അത്രയേ ഉള്ളൂ. ആർക്കാ നഷ്ടം? അവരുടെ വീട്ടുകാർക്ക്. ഭാഗ്യം കൊണ്ടൊന്നും ചെയ്തില്ല. അതെൻ്റെ മോന് ഉറങ്ങുക. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ഓർമ്മയേ ഉണ്ടായിട്ടില്ല. ഞാൻ അയാളിങ്ങനെ ബാക്ക് അടിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ മോനെ കണ്ട്. ആ വെപ്രാളത്തിലിൽ ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഭയങ്കര വറച്ചും കൊണ്ടായിരുന്നു പേടിയുണ്ടായത്. പിന്നെ നമ്മൾ പിന്നെ ഒരു വണ്ടിയും കൂടി വന്നു. അതെന്തോ ലോഡ് അങ്ങനെ എന്തോ എടുത്തിട്ട് പോകാമെന്ന് തോന്നുന്നു. ആ വണ്ടിക്കാർ വന്നാൽ പിന്നെ എൻ്റെ മാപ്പിള പറഞ്ഞാൽ അവർ പോകുന്നുണ്ട്, നമുക്ക് നോക്കാൻ തോന്നിട്ട് നമ്മളെന്താക്കി പോയി. പക്ഷേ നമ്മൾ ബാക്കിലുണ്ടായ വണ്ടി എപ്പോഴും മുന്നിൽ പോയി. ഈ വണ്ടി നമ്മൾ മുന്നിലുണ്ടായത് സോറി, നമ്മൾ ഈ വണ്ടി ഫസ്റ്റ് മുന്നിലുണ്ടായി, പിന്നെ ബാക്കിൽ പോയി, വീണ്ടും മുന്നിലേക്ക് വന്നു. ഇപ്പോൾ ആ വണ്ടി തന്നെ ബാക്കിലേക്ക് വന്നു. അപ്പോൾ എന്താക്കി അവർ മൂവ് ആകുമ്പോൾ നമ്മൾ മൂവ്. അവരെ വിചാരം എന്താ,
കുറച്ചങ്ങ് പോയിട്ട് അവർ നിന്നു നോക്കും. അവർ വിചാരിച്ച് നമ്മളെന്തായാലും മുന്നിലേക്ക് പോകും, നമ്മൾ ബാക്കിൽ ആ വണ്ടി വരാമെന്നിട്ട് വിചാരിച്ചിരുന്നു. എൻ്റെ മാപ്പിള മുന്നിലേക്ക് എടുക്കുന്നുണ്ട്, തിരിച്ച് പോകാം, അവിടെ നിന്ന് ആന പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാം, അവരെടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന്. അവരാണെങ്കിൽ നമ്മളെടുക്കട്ടെ എൻ്റെ കാത്തിക്കുക. ലാസ്റ്റ് നമ്മളാരും എടുത്തിട്ടില്ല. അപ്പോഴാണ് ഒരാൾ എന്തോ ഒരു ലോഡ് കൊണ്ടുപോകുന്നുണ്ടായെന്ന് തോന്നുന്നു. അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു. അവരോട് പറയാൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ പറഞ്ഞാൽ എൻ്റെ മാപ്പിള പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞല്ലോ. പക്ഷെ അവർ മുമ്പൊക്കെ അങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ മാപ്പിള പറഞ്ഞു അവർ പോകുന്നുണ്ട്, നമുക്ക് പോകാൻ. എന്നിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ വിചാരിച്ചാൽ ആന പോയിരിക്കും എന്നിട്ട് വിചാരിച്ചു. അപ്പം നമ്മളെ ബാക്കിൽ തന്നെ മറ്റേ വണ്ടിയും കൂടി തിരിച്ച് വന്നിട്ട് നമ്മൾ പോയല്ലോ. അപ്പോൾ അവരും വന്നു. അങ്ങനെ എന്താ പോകുമ്പോഴത്തേക്ക് വീണ്ടും അതേ സ്ഥലത്ത് ആന സ്പോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ ആന അങ്ങോട്ട് പോകല്ല, ആന വീണ്ടും ഇങ്ങോട്ട് തന്നെ വരിക. അപ്പോൾ എനിക്ക് ഉള്ളിലേക്കും പേടി. അപ്പം ഞാൻ മാപ്പിളോട് ഞാൻ കുറേ വട്ടം പറയില്ല നമുക്ക് കുശാനത്ത് കൂടെ പോകാമെന്ന്, നമുക്ക് അതിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വരെ കേൾക്കുന്നുണ്ട്. പക്ഷേ അയാൾ മുമ്പിലുള്ള ഒരാളെ സമ്മതിക്കണം. അയാൾ ഒരാളുള്ളൂ. അയാൾക്കൊരു പേടിയായിട്ട്. പക്ഷേ ആയറ്റങ്ങൾ അവർ സ്ഥിരം പോകുന്ന ആൾക്കാരായിരിക്കും തോന്നുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് നോക്കുക കളിക്കുന്നു. അങ്ങനെ അത് വീണ്ടും മുമ്പൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ വണ്ടി തിരിക്കാൻ വേണ്ടി ബാഗൊക്കെ എടുത്ത് നമ്മൾ വിചാരിച്ച് ആ വണ്ടി പോയിരിക്കുമെന്ന്, അല്ല ആന പോയിരിക്കുമെന്ന് വിചാരിച്ച്. ഇല്ല, ആന പോയിട്ടില്ല. പിന്നെ ഈ വണ്ടി മൂവാൻ തുടങ്ങിയപ്പോൾ ആന പോയതുപോലെയൊക്കെ തോന്നി. പിന്നെ മാപ്പിള പറഞ്ഞ് പോയിരുന്നു എന്നിട്ട് എവിടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളായിട്ട് പോകുന്നുമില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും. അപ്പോൾ നമ്മൾ പോവുമായിരിക്കുന്നു, പോവില്ല. വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നുകൊടുക്കും. അപ്പോൾ നമ്മൾ 2 വണ്ടിയും ബാക്ക് പോയി കൊടുക്കുക. ബാക്കിലൊരു വണ്ടിയും കൂടി ഉണ്ട്. അവർ കുറേ അങ്ങാ പോയി നിർത്തിനി. അവർക്ക് ഭയങ്കര പേടി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ അങ്ങാ പോയി ഇരിക്കുന്നത്. ഞാനാണെങ്കിലേ കൈ കൊണ്ട് ബാക്ക് വണ്ടി അങ്ങോട്ട് പോകുന്നതിൻ്റെ കാട്ടിയും കൊണ്ട് എടുക്കുക. അത് ആന മൂവ് ആയിക്കൊണ്ടേ നിൽക്കുക നമ്മളെ മുമ്പ്. നമ്മൾ സഡൻലി നമ്മൾ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ആന കാണുന്നുള്ള പ്രതീക്ഷ എന്തായാലും. പക്ഷേ ഇങ്ങനത്തെ ഒരു അറ്റാക്ക് ഇത് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വട്ടമാണ് നമ്മളിങ്ങനെ ആനയുടെ നടുവിൽ പെടുന്നത്. കുറേ വട്ടം പോയിരുന്നു. ഒരു 10-12 കൊല്ലമായി നമ്മൾ നൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരുമൊക്കെ തുടങ്ങിയിട്ട്. എൻ്റെ മംഗലം കഴിച്ചു കൊടുത്തിട്ട് 12 കൊല്ലം ആയിരുന്നു. അപ്പോൾ ആ സമയം വരെ നമ്മളിങ്ങനെ രാത്രിയൊക്കെ പോക്കുണ്ട്. അതിൻ്റെ രാത്രി ഇങ്ങനെ 10-12 കൊല്ലത്തിൻ്റെ ഇടയിൽ 2 വട്ടം നമുക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായത്. അങ്ങനെ ഏത് സമയത്തും ചിലപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് മനസ്സിനൊരു തോന്നലുണ്ടാവും, അതിൽക്കൂടെ പോക്ക് ശരിയല്ല എന്നുള്ള. അപ്പം തന്നെ നമ്മൾ ഒഴിവാക്കണം. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എൻ്റെ മാപ്പിളോട് പറഞ്ഞു ഈ റോഡിൽ കൂടെ നമുക്ക് പോകണ്ട, കുശാനത്തിൽ കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഇല്ലടി കാണൂല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ഈ കൂടെ നിന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് വേണ്ടിയിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ കാണും, ഇങ്ങനെയൊക്കെ അവിടെ സംഭവിക്കും ഒന്നും അറിയില്ലല്ലോ ഏത് സമയത്താണെന്നൊന്നും. നമുക്ക് നമ്മളെ മനസ്സിനെ നമുക്ക് ഒഴിക്കാനല്ലേ പറ്റുമോ, നമുക്കറിയില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരോരാൾക്കത് അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പേടിയാവുക. പക്ഷെ ഞാൻ വിചാരിക്കുന്നതല്ല, മറ്റേ കാറിൻ്റെ ഒരു ചങ്ങായിനാ നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ, ആന നടു റോട്ടിലാണ് ആന ഉള്ളത്. എന്നിട്ട് അവരെ ഒറ്റക്ക ഉണ്ടായത് കണ്ടില്ല, അങ്ങനെ പോയില്ലേ. അതാണ് എൻ്റെ ഒരു പക്ഷെ പിന്നില്ലേ ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് എൻ്റെ സ്വപ്നത്തിൽ വരെ ഫുൾ ആന. ഞാൻ എവിടെ പോയാലും ആനനെ എനിക്ക് കാണുന്നത്. സ്വപ്നത്തിൽ മാത്രമല്ല, ഈ ആന അങ്ങോട്ട് മൂവായി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ഞാൻ വീണ്ടും മറ്റു ബഹളം വെക്കുക. എന്താ പറഞ്ഞാൽ എനിക്ക് വലിയ മരങ്ങളൊക്കെ കാണുമ്പോൾ അത് ആന നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുക. അവിടെ എന്ത് കണ്ടാലും എനിക്ക് അത് ആനായിട്ട് തന്നെ തോന്നുന്നുണ്ടായത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക.